അവിലും തേങ്ങയും കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് അവില് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അവില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അരിപ്പയിലേക്ക് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയാണ് വേണ്ടത്. തേങ്ങ ഞാൻ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ചെറുകിയതിട്ടതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1/2 കപ്പ് അരിപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളം ചൂടുവെള്ളം വെച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ആദ്യം 1 കപ്പ് വെള്ളം വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ 1 കപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ മിക്സ് ആക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത് കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഈ ഏലക്കായും ഉപ്പെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ ഇത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ ആദ്യം കുറച്ച് ഗീ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ മാവ് മൊത്തത്തിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഈ മാവ് മൊത്തത്തിൽ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിന് ആവിയിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. സ്റ്റീമറിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് ഈ പാത്രം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറേ തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യണേ.